ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വന്നിട്ടുള്ളത് ചക്ക ചിപ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അധികം വൈകുന്നില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ. അതിനുവേണ്ടി ഇപ്പോൾ ഒരു ചക്ക എടുത്തിട്ടുള്ളത്. ഒരു ചക്ക മുഴുവനായിട്ട് ആക്കുന്നില്ല, അപ്പോൾ പകുതി മാത്രമേ ആക്കുന്നുള്ളൂ. അപ്പോൾ ഉമ്മയാണിത് മുറിക്കുന്നത്. അപ്പോൾ ചക്ക മുറിച്ച് കുരുവൊക്കെ കളഞ്ഞിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചെറുതായി കട്ട് ചെയ്യണം. ചെറിയതായി കട്ട് ചെയ്ത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നേരിയതായിട്ട് തന്നെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം, അപ്പം നമുക്ക് പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ പൊട്ടൂല, അങ്ങനെ പദം പിടിച്ച പോലെ ഉണ്ടാവും. അപ്പം ഇതുപോലെ എല്ലാം നമുക്ക് നറുക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് നല്ലോണം ചൂടായ ശേഷം നമുക്ക് നമ്മുടെ ചക്ക ഇട്ട് കൊടുക്കാം. നല്ലോണം ചൂടാണം. അതിനു മുമ്പ് ചക്കയിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. നല്ലോണം കുഴച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചക്ക ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇട്ട ശേഷം ലോ ഫ്ലെയിമിലാക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇടവിട്ട് ഇളക്കിക്കൊണ്ട് വെക്കുക. ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായി ഒന്ന് മുരിഞ്ഞ് കിട്ടുമ്പോൾ നമുക്ക് മാറ്റി വെക്കാം. എല്ലാവർക്കും ഇഷ്ടമാകുന്നൊരു ചിപ്സായത്. അതുമല്ല, വലിയ പണിയൊന്നുമില്ല. ചക്ക മുറിക്കേണ്ട ആ പണി മാത്രമേ ഉള്ളൂ. ഇത് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല. പിന്നെ നമ്മൾ വീട്ടിൽ വെറുതെ ബോറടിച്ചിരിക്കുന്നതല്ലേ, അപ്പം നമുക്ക് തിന്നുകൊണ്ട് നിൽക്കാനും പറ്റും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി എണ്ണയൊക്കെ ഒന്ന് ഊറ്റിയ ശേഷം മാറ്റി വെക്കാം. ഇനി അതുപോലെ അടുത്ത ബാച്ച് കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് അധികം ഇടുന്നുണ്ട്. ഹൈ ഫ്ലെയിമിലാക്കിയ ശേഷം വേണം നമുക്ക് ചക്ക ഇട്ട് കൊടുക്കാൻ. പിന്നെ ലോ ഫ്ലെയിമിലാക്കണം. ലോ അല്ല, ഒരു മീഡിയത്തിലാക്കി എടുത്താലും മതി. മീഡിയം ടു ലോ, അങ്ങനെ. അപ്പം നമ്മുടെ ചക്ക ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ. ടേക്ക് കെയർ. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.